ഹായ് ഓൾ, എല്ലാവരും നമ്മുടെ റണ്ണിങ് ഫാബ്രിക്കിൻ്റെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുവാണ്. നമ്മളിപ്പോൾ എല്ലാ സൺഡേസിലുമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈദ് കളക്ഷനായിട്ടും അല്ലാതെ നമുക്ക് ഈസ്റ്റർ കളക്ഷനായിട്ടും എല്ലാം നമുക്ക് കാഷ്വലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒത്തിരി കളക്ഷൻസ് നമ്മൾ ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട്. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. വാട്സപ്പിൻ്റെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. അതുപോലെ തന്നെ എല്ലാ റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷനിലും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് എത്ര മീറ്റർ ആണോ വേണ്ട അത്ര മീറ്റർ അവൈലബിൾ ആണോ എന്ന് ചോദിക്കണം. അതുപോലെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളെ പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം ചാറ്റ് ബോക്സിൽ നിന്ന് പോവുക. അതുപോലെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് കാണാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. എടുത്ത് നോക്കിക്കോളാം. നമ്മൾ ഓരോന്നും താഴെ നിന്നാണ് നമ്മൾ ക്ലിയർ ഫസ്റ്റ് അയക്കുന്നവരുടെ മെസ്സേജാണ് ആദ്യമേ ക്ലിയർ ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് വന്നോളാം ചാറ്റ് എല്ലാം. അപ്പോൾ അത് നിങ്ങൾ മിസ് കോൾ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണ്ട. പേയ്മെൻറ്റ് ചെയ്തിട്ട് കുറേ നേരമായിട്ടും റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ഒരു മിസ് കോൾ അടിക്കുക, അപ്പോൾ നമ്മൾ റിപ്ലൈ തന്നോളാം കേട്ടോ. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. ഞാൻ വേറെ ഇതിരിക്കുന്ന ഫാബ്രിക് നല്ല ഭംഗിയുള്ള ഓർഗൻസ. നമ്മൾ ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്ലാക്കും റെഡും ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലായിരിക്കുന്ന ബ്ലാക്കും റെഡും ആണ്. പക്ഷേ ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ ആ ഒരു പ്ലെയിൻ ഫാബ്രിക്, ഇത് എക്സാക്ട്ലി ആ ഒരു കറക്റ്റ് കളറല്ല, ഇച്ചിരി ഒരു വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ഇതൊരു വൈൻ ഷെയ്ഡാണ്. ഞാൻ എടുത്തിരിക്കുന്ന ചിനോൺ ഫാബ്രിക് എന്ന് പറയുമ്പോൾ ഒരു വൈൻ ഷെയ്ഡ് വരുന്നുണ്ട്. പക്ഷേ ടോപ്പ് മെറ്റീരിയൽ ഒരു ബർഗണ്ടി ഷെയ്ഡാണ്. പക്ഷെ നല്ല രണ്ടും കൂടെ ഇങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നൊന്നുമില്ല. സോ എനിക്ക് നന്നായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഈ ഒരു പാറ്റേണിലാണ് ചെയ്തത്. ഇതിൻ്റെ പ്ലെയിൻ ചിനോൺ ഫാബ്രിക് ദുപ്പട്ടയായിട്ടും അതിൻ്റെ നെക്കിലൊരു പാറ്റേൺ പോലെയും കൊടുത്തു. ബോട്ടം ഞാൻ ഷാൻഡൂൺ ഫാബ്രിക് ഡൈ ചെയ്ത ഒരു സെമി പലാസോ പോലെയാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ഫംഗ്ഷനോ ഒരു ഈദ് കളക്ഷനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എടുക്കാം. കാരണം നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫാബ്രിക്കും ഏത് പാറ്റേണിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഈ ഒരു ദുപ്പട്ട ഇല്ലാണ്ട് ഇത് കണ്ട് എനിക്കൊരു കാഷ്വൽ വെയർ ആയിട്ട് ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു പുറത്തൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് ഈ ദുപ്പട്ട ഇല്ലാണ്ട് ഒരു കാഷ്വൽ കുർത്തി പോലെ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് പോലെ നമുക്ക് ഇടാം. ഡ്രസ്സല്ല, ഒരു കാഷ്വലായിട്ട് ഉള്ള രീതിയിൽ നമുക്ക് ഇടാം. വിത്ത് ദുപ്പട്ടയാണെങ്കിലും നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഈ ദുപ്പട്ടയൊക്കെ പിടിച്ച് പോകണമെങ്കിൽ ഇതൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ്. ആൻഡ് ദുപ്പട്ടയൊക്കെ ഇടുമ്പോൾ ഈ കളക്ഷനൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമായിരിക്കും. കണ്ടോ, ചിനോൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ചിനോൺ ഫാബ്രിക്, പ്ലെയിൻ ഫാബ്രിക്. സോ ഇത് ദുപ്പട്ടയായിട്ടും എടുത്ത് നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഈ കളക്ഷനായിട്ടും എടുക്കാൻ പറ്റുന്ന സെറ്റാണ് കേട്ടോ. സോ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഇത് ഡൈ ചെയ്തതല്ല, ഇത് നമുക്ക് മെറ്റീരിയലുണ്ട്, ഞാൻ കാണിക്കാം. ബോട്ടം മാത്രമാണ് ഞാൻ ഡൈ ചെയ്തെടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സെയിം മെറ്റീരിയലും കൊണ്ടും എല്ലാവരും ബോട്ടം ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ തന്നെ 2.5 മീറ്റർ ഷോളിനും 2 മീറ്റർ ബോട്ടത്തിനും എടുക്കാം. അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഡൈ ചെയ്തെടുക്കണമെങ്കിൽ ഡൈ ചെയ്തെടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ആൻഡ് ഈ ഒരു പ്ലെയിൻ ഫാബ്രിക് ഓൾസോ ഇതാണ് ഞാൻ കൊടുത്തിട്ട് 1/2 മീറ്ററാണ്, 1/2 മീറ്ററാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു യോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിലും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഫാബ്രിക് കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, വേറെ ചെയ്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഭയങ്കര സിമ്പിളും ആണ്. നമുക്കൊക്കെ ക്യാഷ്വൽ വെയർ ആയിട്ട് ഇടാൻ പറ്റും, അല്ലാതെ ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ്. സോ ഈ മെറ്റീരിയൽ ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് നല്ല ഫെമിലിയർ ആണ്. കാരണം നമ്മളിതിൻ്റെ ബ്ലാക്കും റെഡും ഒത്തിരി ചെയ്താണ്. ഇതിൻ്റെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി പേര്, ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഈ ഒരു ഷെയ്ഡ് അത്ര എന്താ പറയുക അത്ര ഫെമിലിയർ അല്ല ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിതിൻ്റെ യെല്ലോയും എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ. പക്ഷെ എനിക്ക് ഇതുവരെ എനിക്ക് തയ്ച്ച് മേടിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ വരുന്നു. ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ തയ്ച്ച് മേടിച്ചാണ്. ഈ ഒരു പാറ്റേണും പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. കാരണം ഈ ഒരു കളർ ഇത് കണ്ടോ, ഈ ഒരു ചിനോണ്ട ഈ ഒരു മെറ്റീരിയൽ ഇതായിട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇതൊരു വൈൻ ഷെയ്ഡാണ് ഇതിലേക്ക് കൂടുതൽ നിൽക്കുന്നത്. ഇതിൽ ഒരു ബർഗണ്ടി ഷെയ്ഡാണ്, ഒരു മെറൂണും ബർഗണ്ടി ഷെയ്ഡും കൂടി ബ്രൗണും എല്ലാം മിക്സാണ്. ഇതൊരു വൈൻ ഷെയ്ഡും കൂടി കൂടിയതാണ്. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ വലിയ ഡിഫറൻസ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ പുറത്ത് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു പാറ്റേണിൽ തയ്ച്ചാണ്. സോ ഈ 95 ആണ് പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത്. 44 ഇഞ്ചസ് ആണ് വിത്ത്. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. സോ ഞാൻ ഡൈ ചെയ്തിരിക്കുന്ന ഷാൻഡൂൺ ഫാബ്രിക് ആണ് ബോട്ടമിന്. സോ ബോട്ടത്തിന് നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ ഡൈ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. 10 to 15 ദിവസമാണ് ഡൈ. ഞാൻ എല്ലാ ദിവസവും ഡൈയിങ്ങിൻ്റെ കാര്യം പറയാറുണ്ട്. ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, കാരണം ഡൈ ചെയ്യുന്ന മെറ്റീരിയൽസ് നമുക്ക് വാഷബിൾ ആയിരിക്കില്ല കേട്ടോ. സോ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് വേണം ഡൈയിങ്ങിൻ്റെ നമുക്ക് ഓർഡേഴ്സ് തരാനായിട്ട്. എനിക്ക് ഓർഡർ തരുന്ന എല്ലാവരോടും പറയാറുണ്ട്. പക്ഷേ
ചില ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ ആണോ എന്നാൽ വേണ്ട ഡൈ ചെയ്ത് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ അങ്ങ് പറഞ്ഞേക്കാം, ഡൈഡ് ഫാബ്രിക്സ് നമുക്ക് വാഷബിൾ ആയിരിക്കില്ല. അത് ഡ്രൈ ക്ലീനിങ് ആണ് പറയുന്നത്. മാക്സിമം 5 ഡ്രൈ ക്ലീനിങ് ആണ് അവർ പറയുന്നത്. അതിനുള്ളിൽ നമ്മുടെ ആ ഒരു മെറ്റീരിയലിൻ്റെ കളർ ഡിമ്മായി പോകും കേട്ടോ. സോ അങ്ങനെ ഒരുപാടിട്ട് അലക്കി ഉപയോഗിക്കാം എന്നുള്ള ധാരണയിൽ നിങ്ങൾ ഡൈയിങ്ങിന് ഓർഡർ തരരുത്. ഡൈഡ് ഫാബ്രിക്സ് വാഷബിൾ അല്ല. സോ അത് എപ്പോഴും മൈൻഡിൽ വയ്ക്കുക കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ തേടി കണ്ടുപിടിച്ച് നടക്കുമ്പോൾ ഒരു മെറ്റീരിയലൊക്കെ നമുക്ക് കിട്ടാത്തതൊക്കെ ഡൈ ചെയ്തെടുക്കാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഡൈയിങ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ ഈ ഒരു ബോട്ടം എനിക്ക് തപ്പി കണ്ടുപിടിച്ചെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കളറിലേക്ക് ഡൈ ചെയ്തെടുത്തു. കാരണം കറക്റ്റ് കളർ കിട്ടും. പിന്നെ മെറ്റീരിയലിൻ്റെ ആയിട്ടുള്ള ചെറിയ ഡിഫറൻസ് വരും, പക്ഷെ എന്നാലും മാക്സിമം ഒരു 80% കറക്റ്റ് കളർ കിട്ടും. ഇനിയിപ്പം വേറെ കടകളിലേക്കൊക്കെ തപ്പി കണ്ടുപിടിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഡൈയിങ്ങിന് തരുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട്. ഡൈയിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. സോ ഇങ്ങനെ വരുന്ന ഈ ഒരു ഫാബ്രിക് 395 per meter, 44 inches വിഡ്ത്ത്. ആൻഡ് ഞാൻ ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്തതും ഈ യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നതും ഈ ഒരു ചിനോൺ സിൽക്കിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് നമ്മുടെ ചിനോൺ സിൽക്ക്. സോ ഈ ഒരു ഫാബ്രിക്കാണ് ഞാൻ ദുപ്പട്ടയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഇതിനോട് കൂടിയിട്ട് പെയർ ചെയ്ത് ദുപ്പട്ടയും ബോട്ടം ആക്കണമെങ്കിൽ ബോട്ടവും ദുപ്പട്ടയും അതുപോലെ ഈ യോക്കിലും കൊടുക്കാനായിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും സാരി ബ്ലൗസ് കോൺസെപ്റ്റിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ചെറിയ വ്യത്യാസമുണ്ട് ഇതിന്. ഇതൊരു വൈൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഒരു ബർഗണ്ടി, ഒരു മെറൂൺ, ഒരു ബ്രൗണിഷ് ഒരു ബർഗണ്ടി ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു. സോ നിങ്ങൾക്കിത് സാരിയും ബ്ലൗസും ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് സാരി ആയിട്ട് ഈ ഒരു മെറ്റീരിയൽ ബ്ലൗസ് ഫാബ്രിക്കും ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ദുപ്പട്ടയും ബോട്ടവും ഇങ്ങനത്തെ യോക്ക് പോർഷനായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാണ്ട് ഇത് മാത്രം കൊടുത്തിട്ട് യോക്കിൽ ഈ വർക്കുള്ള മെറ്റീരിയൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. 44 inches ആണ് ഈ പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ വിട്ട് വന്നിരിക്കുന്നത്. മീറ്റർ പ്രൈസ് വരുന്നത് 220. അടുത്ത എൻ്റെ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലേക്ക് സെയിം വർക്ക് തന്നെ, കളറിന് മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. ഫാബ്രിക് വരുന്ന ഓർഗൻസ ആണ്. ഞാനത് പറയാൻ മറന്നു എന്ന് തോന്നുന്നു. കാരണം സ്ഥിരം നമ്മൾ ചെയ്യുന്ന മെറ്റീരിയലാണ്, അതിൻ്റെ കളേഴ്സ് മാത്രമാണ് ചേഞ്ച് ഉള്ളൂ. പ്യുവർ ആയിട്ടുള്ള വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിലേക്ക് ജെക്കോഡ് വീവ്സ് വരുന്നത്. ഇത് കണ്ടോ, ജെക്കോഡിൻ്റെ ഒരു സെൽഫ് വീവിങ് വന്നിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ്. അതിലേക്ക് ആ ഒരു ടിഷ്യൂവിൻ്റെ വർക്കും പോകുന്നുണ്ട്. നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ മെറ്റീരിയലാണ്. ഒത്തിരി നമ്മുടെ എന്താ പറയണേ, നമ്മുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയാം. കാരണം അത്ര എന്താ പറയുക എൻക്വയറിയും അത്രയും ഓർഡേഴ്സും വന്നിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല രസമാണ് കാണാൻ, നല്ല റിവ്യൂ നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. സ്റ്റിൽ ഇതിന് ഒത്തിരി കളേഴ്സ് മേടിച്ചവർ തന്നെ ഒത്തിരി കളേഴ്സ് വേറെ കൊണ്ടുവരാമെന്നൊക്കെ ചോദിച്ചിരിക്കുന്നുണ്ട്. സോ അങ്ങനെ വരുന്നു ബോട്ടിൽ ഗ്രീൻ. ഈദ് കളക്ഷനായിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇതിൻ്റെ പ്ലെയിൻ ഫാബ്രിക് നമ്മുടെ കയ്യിലില്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിനോൺ മെറ്റീരിയലിലേക്ക് നമ്മൾ ഡൈ ചെയ്ത് തരുന്നതാണ്. ചിനോൺ അല്ലെങ്കിൽ ജോർജറ്റോ ഉണ്ട് നമുക്ക് ഡൈ ചെയ്യാനായിട്ട്. സോ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ ദുപ്പട്ടയായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ബോട്ടം ഷാൻറ്റൂൺ മെറ്റീരിയൽ ഉണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ബോട്ടം ചെയ്യാൻ പറ്റും. ലൂസ് പലാസോയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഷാൻറ്റൂൺ മെറ്റീരിയലാണ്. സോ ആ ഒരു രീതിയിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഷാൻറ്റൂൺ ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ്. നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോയിൽ. ഇതാണ് ഞാൻ ഫസ്റ്റ് ടൈം എടുത്തത്. പക്ഷേ എനിക്ക് ഇതുവരെ തയ്ച്ച് കിട്ടിയിട്ടില്ല. ഞാൻ ഇത് തയ്ച്ച് മേടിക്കാത്തതാണ് കേട്ടോ. എനിക്ക് ഫംഗ്ഷൻ വരുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചുകൊണ്ട് വെച്ചേക്കുവാണ്. ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയാണ്. നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്, മാംഗോ യെല്ലോ ഷെയ്ഡ്. ഇങ്ങനെ വരുന്നു. 395 per meter. ഇതിൻ്റെ ആ ഒരു സെൽഫ് വീവിങ് കണ്ടോ, ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് ഇതാണ് കേട്ടോ. ക്ലോസ് ലുക്ക് നോക്കിക്കോ. ഇതാണ് അതിൻ്റെ സെൽഫ് വീവിങ് വന്നിരിക്കുന്നത്. കണ്ടോ, ഒരു ജെക്കോഡ് വീവ് പോലെ പോകുന്നുണ്ട്. പിന്നെ ഒരു ഗോൾഡൻ ടിഷ്യൂവിൻ്റെ ഫാബ്രിക്, പിന്നെ ഒരു സെറിയുടെ വർക്ക്. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നൊരു മെറ്റീരിയലാണ്. 44 inches ആണ് വിട്ട്, 395 per meter. നമുക്കിത് സാരി ആയിട്ട് എടുക്കാവുന്ന കുറേ പേര് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ബോർഡേഴ്സിന് ഫിനിഷിംഗ് ഇല്ല. നമുക്ക് സ്കാലപ്പ് വർക്കൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ സാരി ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ നല്ല ഹൈറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് വിട്ട് കറക്റ്റ് 43-44 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്താ പറയുക, നമ്മൾ സ്കാലപ്പും കൂടി ചെയ്ത് വരുമ്പോൾ കുറച്ച് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല ഹൈറ്റൊക്കെ ഉള്ളവർക്ക് സാരി ആക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ടോപ്പിന് തന്നെയായിരിക്കും നല്ലത്. ഇങ്ങനെ വരും. അടുത്ത പേസ്റ്റൽ ഷെയ്ഡ് വേണ്ടുന്നവർക്ക് ഇതാ നല്ലൊരു ബേബി പിങ്ക് ടോൺ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബേബി പിങ്ക് ടോൺ. സെയിം വർക്കും സെയിം കാര്യങ്ങളുമാണ്. ഇതിൻ്റെ ബേസ് കളറിൽ മാത്രം ഡിഫറൻസ് വരുന്നു. ഇത് കണ്ടോ, ജെക്കോഡ് വീവ്സ് ഇങ്ങനെ വരുന്നു. നല്ലൊരു ഗോൾഡൻ സെറിയുടെ വർക്കും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് പ്യുവർ ഓർഗൻസ ഫാബ്രിക്കാണ്. 44 inches വിട്ട്, 395 per meter. അടുത്ത നമുക്ക് റീസ്റ്റോക്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ്. കോഡിംഗ് വർക്ക് വന്നിട്ടുള്ള കോട്ടൺ ഫാബ്രിക്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മിൽക്കി വൈറ്റ് ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ മാത്രം ഒരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ എന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിനകത്ത് ഇനിയും കട്ട് ചെയ്യാനുണ്ട്, കുറച്ചും കൂടിയാണ് ബാലൻസ് ഉള്ളൂ. പക്ഷെ എന്നാലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, കാരണം ഇനി പെട്ടെന്ന് നമുക്ക് റീസ്റ്റോക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ ആളുകൾ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവർക്ക് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം. 44 ഇഞ്ചസ് വിഡ്ത്തിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ കോട്ടൺ ഫാബ്രിക്കിലേക്ക് കോഡിങ് വർക്ക്, ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള കോഡിങ് വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. തിക്കായിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് എംബ്രോയിഡറി വർക്കും കൊണ്ട് വന്നിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ. ഇത് ഇങ്ങനെ വരുന്നു. നല്ലൊരു മിൽക്കി വൈറ്റ് ടോണാണ്. നമുക്ക് ഈസ്റ്റർ കളക്ഷനൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്, 405 പെർ മീറ്റർ. അടുത്ത ഇക്കത്ത് കളക്ഷനാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇക്കത്ത് വീവിങ് വന്നിട്ടുള്ള കോട്ടൺ ഫാബ്രിക്. നല്ല ഭംഗിയുണ്ട്. ബ്ലാക്ക് ആൻഡ് ഒരു ഗ്രേ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ ബോട്ടമിൻ്റെ കൂടെ പെയർ ചെയ്യാം. നല്ല ഭംഗിയായിട്ട് നമുക്കൊരു കുർത്തിയായിട്ടോ ഡ്രസ്സായിട്ടോ അല്ലെങ്കിൽ സൽവാറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല എന്താ പറയുക, വാഷ് ചെയ്ത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം. നല്ല ചൂടല്ലേ ഇപ്പോൾ പുറത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കളക്ഷനൊക്കെ ഏതെങ്കിലും 1-2 ഒക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. എപ്പോഴും മാറി ഇടാം. നല്ല ചൂടിന് കുറവുണ്ട്. കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. വിത്തൗട്ട് ലൈനിങ്ങും ചെയ്യുന്നവരുണ്ട് കേട്ടോ, നമ്മുടെ ഇഷ്ടമാണ്. ഇങ്ങനെ വരുന്നു. 215 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിത്ത്. അടുത്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള കോട്ടൺ കളക്ഷനാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് നമ്മളിതിൻ്റെ ഒരു യെല്ലോയും ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡ് ബ്ലാക്കൊക്കെ ലാസ്റ്റ് വീക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് ആ ഒരു ഷെയ്ഡിൻ്റെ സെയിം എംബ്രോയിഡറി വർക്ക് തന്നെ ചെയ്ത് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഗ്രീൻ ഷെയ്ഡാണ്, ഒരു ടൈപ്പ് ഓഫ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. അതിലേക്ക് ആ സെയിം കളറിലുള്ള ത്രെഡും സീക്വൻസും ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു. സിമ്പിളായിട്ട് നമുക്ക് ഒരു കുർത്തിയൊക്കെ ഒരു കോളറിനേക്കോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന മെറ്റീരിയലാണ്. 335 പെർ മീറ്റർ ഇങ്ങനെ വരുന്നു. 44 ഇഞ്ചസ് ആണ് വിട്ട് വന്നിരിക്കുന്നത്. നല്ലൊരു റെയർ ഷെയ്ഡാണ് കേട്ടോ. ഗ്രീൻ നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണിത്. ഇങ്ങനെ വരുന്നു. അടുത്ത നമുക്ക് പ്ലെയിൻ ഓർഗൻസ ഫാബ്രിക്കിലേക്ക് 2 കളർ മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ലൊരു ലാവൻഡർ ഷെയ്ഡ്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. പ്യുവർ വിസ്കോസ് ഓർഗൻസയാണ്. വാഷബിൾ ആയിരിക്കില്ല. നമുക്ക് ഡിസൈനിങ് ചെയ്ത്, അതായത് ഹാൻഡ് വർക്കൊക്കെ ചെയ്തെടുക്കാനും അല്ലെങ്കിൽ സാരി ആയിട്ട് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ദുപ്പട്ടയായിട്ടൊക്കെ എടുക്കണമെങ്കിലും പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. ഓർഗൻസ, പ്യുവർ ആയിട്ടുള്ള വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിലേക്ക് വരുന്നു. പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് 250 ആണ് പെർ മീറ്റർ റേറ്റ്. ഇത് ഫസ്റ്റ് തന്നെ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. കുറച്ചുള്ളൂ കേട്ടോ. ഞാൻ പ്ലെയിൻ ഓർഗൻസ കാണിക്കാൻ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ, നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു റെയർ ഗ്രീൻ ആണ്. ഇങ്ങനെ വരുന്നു. 250 പെർ മീറ്റർ. അടുത്ത നമുക്ക് ലിനൻ കോട്ടൺ ഫാബ്രിക്കിലേക്ക് പ്രിന്റ് വന്നിട്ടുള്ള, പ്രിന്റും അതുപോലെ തന്നെ മിറർ വർക്കും വന്നിട്ടുള്ള നമ്മൾ കുറേ പ്രിന്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള വൈബ്രൻറ്റ് ഷെയ്ഡ്സിലേക്കാണ് പ്രിന്റ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു പേസ്റ്റൽ പിങ്ക് ഉണ്ട്, പിന്നെ ലാവൻഡർ, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ ഉണ്ട്. അങ്ങനെ പല കളേഴ്സിൻ്റെ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഒരു മിററിൻ്റെ വർക്ക്, ഫേക്ക് മിറേഴ്സ് ആണ്, റിയൽ മിറർ അല്ല കേട്ടോ. സോ മിററിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു കുർത്തിയൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു പിങ്ക് ബോട്ടോ അല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടോ ആയിട്ട് നമുക്ക് പെയർ ചെയ്യാം. സോ അങ്ങനെ വരുന്നു. വിറ്റ് പ്രൈസ് വരുന്നത് 295 ആണ്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ചസ്. അടുത്തത് നമുക്ക് റീസ്റ്റോക്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ്. കുറേ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. നമുക്ക് വിസ്കോസ് ചന്തേരി എന്ന് പറഞ്ഞ ഫാബ്രിക് ആണ്. ഇങ്ങനെയാണ് കേട്ടോ ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇത് ഹാൻഡ് ഡൈഡ് ആണ്, വാഷബിൾ അല്ല, കളർ ബ്ലീഡ് ആവും കേട്ടോ. സോ ഇങ്ങനെ വരുന്നു ഫാബ്രിക്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. നമുക്ക് ചെറിയൊരു ഫംഗ്ഷനും അല്ലെങ്കിൽ കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നമുക്കൊരു വൈറ്റ് ബോട്ടമിൻ്റെ ദുപ്പട്ടയുടെ ഒക്കെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെ വരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇതാണ് വർക്ക് വരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യിച്ചതിൽ സീക്വൻസ് വർക്ക് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ സീക്വൻസിൻ്റെ വർക്ക് ഇല്ലാണ്ടാണ് ചെയ്യിച്ചത്. കാരണം സീക്വൻസ് വർക്ക് വരുമ്പോൾ ഇങ്ങനെ നമുക്കൊരു അല്ലേ കുറച്ചുകൂടി ഒരു ഫംഗ്ഷൻ വെയർ ആ ഒരു ഇതാണ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടൊരു എലഗൻറ്റ് ലുക്കായിരിക്കും. സീക്വൻസ് ഇതിനെനിക്ക് തോന്നി സീക്വൻസ് ഇല്ലാത്തായിരിക്കും ഭംഗിന്ന്. അതുകൊണ്ട് ഇത് വിത്തൗട്ട് സീക്വൻസ് ആണ് നമ്മൾ ചെയ്യിച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. സിമ്പിളായിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി. സിമ്പിളായിട്ട് നമുക്കൊരു വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ബോട്ടമിൻ്റെ കൂടെ വൈറ്റ് ഷോളിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റുന്ന മെറ്റീരിയലാണ്. 410 410 ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത്. സ്ട്രൈപ്സ് പോലെയാണ് കേട്ടോ, താഴോട്ടാണ് സ്ട്രൈപ്സ് വരുന്നത്. വിട്ട് വന്നിരിക്കുന്നത് 44 ഇഞ്ചസ് ആണ്. ഇങ്ങനെ വരുന്നു. 410 പെർ മീറ്റർ. നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം വൈറ്റ് ബോട്ടം, ഇതിൻ്റെ ഒപ്പം എന്നല്ല, നമുക്ക് വൈറ്റ് ബോട്ടം എന്തോരം ഉണ്ടെങ്കിലും തികയില്ല അല്ലേ. ഇതാണ് നമുക്കൊരു വൈറ്റ് ബോട്ടം ആക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഇത് 36 ഇഞ്ചസ് വിത്തിൻ്റെ മെറ്റീരിയലാണ്. നമുക്ക് 2.25 മീറ്റർ വേണം ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇത് ഡൈബിൾ ഫാബ്രിക് ആണ്. നമ്മൾ കോട്ടൺ ഫാബ്രിക് ഡൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ഫാബ്രിക്കിലാണ് കേട്ടോ. സോ ഇത് നമുക്ക് വൈറ്റ് ബോട്ടം ആയിട്ട് എടുക്കണമെങ്കിൽ വൈറ്റ് ബോട്ടം ആയിട്ട് എടുക്കാം. നല്ല ഭംഗിയുള്ള ചെറിയൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കുമാണ്. ലൈനിങ്ങോ വിത്തൗട്ട് ലൈനിങ് ഓർ വിത്ത് ലൈനിങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അത്യാവശ്യം
കട്ടിയുള്ള ഒരു കോട്ടൺ വൈറ്റിൽ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. സോ അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഫാബ്രിക്കാണ്. 185 185 രൂപയാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത്. ഡയബിൾ ആയതുകൊണ്ടാണ് റേറ്റ് കൂടുന്നത് കേട്ടോ. 36 ഇഞ്ചസ് ആണ്. നമുക്ക് 2.25 മീറ്റർ വേണം. 2 മീറ്റർ എടുക്കുന്ന ആളുകൾക്ക് 2.25 മീറ്റർ വേണം ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സോ അതിനനുസരിച്ച് വണ്ണമുള്ള ആളുകൾ 2.5 2.25 ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ വരുന്നു മെറ്റീരിയൽ. വൈറ്റ് ആണ് കേട്ടോ, നല്ലൊരു മിൽക്കി വൈറ്റ് ആണ്, ഉജാല വൈറ്റ് അല്ല. അതുപോലെ തന്നെ ദാ ഈ ഒരു ദുപ്പട്ട കണ്ടോ, ഇത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തെടുത്തിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. നല്ല രസമുള്ളൊരു നല്ല ഭംഗിയാണ്, ഭയങ്കര സിമ്പിളായിട്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്കാണ് മൽക്കോട്ടൺ. മൽമൽ കോട്ടൺ ഫാബ്രിക്കിലേക്ക് എനിക്ക് ഈ കോട്ടൺ ഷോള് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് കണ്ടോ, നല്ല രസമായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ലേസൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഒരു സിമ്പിൾ ദുപ്പട്ടയാണ്. പക്ഷെ ഇത് വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. ഒരു വൈറ്റ് കണ്ടോ, ഈ ഒരു ടോപ്പ് ഇത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയും ഫാബ്രിക്കും ആണ്. ദുപ്പട്ട നമുക്ക് റെഡി ആയിട്ട് സ്റ്റോക്ക് ഇല്ല, ഇത് ഞാൻ ചെയ്തെടുത്താണ്. ഇതിൻ്റെ ഫാബ്രിക് നമുക്ക് അവൈലബിൾ ആണ്, ലേസും അവൈലബിൾ അല്ല, നമ്മൾ ലേസ് ചെയ്യുന്നില്ല കേട്ടോ. സോ ഇങ്ങനെ വരും. നമുക്ക് ഇങ്ങനെ ലേസൊക്കെ വെച്ചിട്ട് വൈറ്റ് ലേസൊക്കെ വെച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്തെടുക്കണമെങ്കിൽ മൽമൽ കോട്ടൺ ഫാബ്രിക്കാണത്. സോ നിങ്ങൾക്കും കൂടെ അവൈലബിൾ ആക്കണമെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ വരുന്നു, നല്ല ഭംഗിയുള്ള നല്ല വൈറ്റ് കളറിലേക്ക്. ഇത് കണ്ടോ, മൽമൽ കോട്ടൺ ഫാബ്രിക്കാണ്. നമുക്ക് ദുപ്പട്ടയാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഫാബ്രിക്കാണ്. ഇത് കണ്ടോ, ഇത് ഡൈബിൾ ആണ്. നമുക്ക് ഡൈ ചെയ്ത് വേറെ കളേഴ്സിലേക്ക് മാറ്റണമെങ്കിൽ ഡൈ ചെയ്ത് എടുക്കാവുന്നതാണ്. 2.5 മീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട്, ഇപ്പോൾ ലേസ് അറ്റാച്ച് ചെയ്തില്ലെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലത്തെ ഒരു ദുപ്പട്ടയായിട്ട് എടുക്കാം. നമുക്ക് കോട്ടൺ ഫാബ്രിക്കിൻ്റെ ഒക്കെ കൂടെ ഭയങ്കര എലഗൻ ലുക്കാണ് മൽമൽ കോട്ടൺ ഫാബ്രിക്കിൻ്റെ. എന്തിട്ടാലും അത് ദുപ്പട്ട ആയിക്കോട്ടെ ടോപ്പ് ആയിക്കോട്ടെ എങ്ങനെ ഇട്ടാലും നല്ല രസമാണ്. സോ ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 160 ആണ്. ഡയബിൾ ഫാബ്രിക് ആണ്, മൽമൽ കോട്ടൺ. 44 ഇഞ്ചസ് ആണ് വിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് നമുക്ക് 295 റേഞ്ചിലേക്ക് ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മൾ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്ലെയിൻ ഫാബ്രിക്കും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു വയലറ്റിൻ്റെ, ഈ ബ്ലൂവിൻ്റെ ഇല്ല. ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു വയലറ്റ്, ഇത് നല്ല ഫെമിലിയർ ആയിരിക്കും നിങ്ങൾക്ക്. ഇതിൻ്റെ റെഡ് ആൻഡ് വൈറ്റ് ഞാൻ ഇട്ടിട്ട് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു, നമുക്ക് എടുക്കാം കേട്ടോ. പിന്നീട് നമുക്കത് കിട്ടിയിട്ടില്ല, അവൈലബിൾ ആയിട്ടില്ല. ഇങ്ങനെ വരുന്നു, നല്ല ഭംഗിയുള്ള ഒരു ലിനനും കോട്ടനും ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് നമുക്കിങ്ങനെ റണ്ണിങ് വൈസ്, ഇത് കണ്ടോ, റണ്ണിങ് വൈസ് ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്യാം. വിത്ത് വൈസ് വേണമെങ്കിൽ വിത്ത് വൈസ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഇങ്ങനത്തെ ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത്, ത്രെഡും കൊണ്ടുള്ള നല്ല ഭംഗിയുള്ള വൈറ്റ് ത്രെഡും കൊണ്ടുള്ള എംബ്രോയിഡറി വർക്കാണ്. താഴെയായിട്ട് ഇതാ ഇങ്ങനെ നമുക്കിത് വിത്ത് വൈസ് സ്റ്റിച്ച് ചെയ്താൽ ഇതിങ്ങനെ താഴെയായിട്ട് കിട്ടും. ഇത് കണ്ടോ, താഴെയായിട്ട് ഹെമ്മിലായിട്ട് ഈ ഒരു വർക്ക് കിട്ടും നമ്മൾ വിത്ത് വൈസ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ. റണ്ണിങ് വൈസ് ആണെങ്കിൽ ഇങ്ങനെ താഴോട്ടായിരിക്കും കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബോർഡർ വേണമെങ്കിൽ എവിടെയെങ്കിലും യൂസ് ചെയ്ത് സ്ലീവ്സിൻ്റെ എൻഡിലോ ഹെമ്മിലോ എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വയ്ക്കാം. ഈ ചെറിയ ഒരു ബോർഡർ മതി എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോർഡർ വയ്ക്കാം. ഇത് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും ചെയ്യാൻ പറ്റും. നമുക്ക് വിത്ത് വൈസ് റണ്ണിങ് വൈസ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ 2.75 മീറ്റേഴ്സ് ആണ് ഈ ഒരു ഫാബ്രിക് വേണ്ടത്. വിത്ത് വൈസ് ആണെങ്കിൽ ഒരു 2 മീറ്റർ അല്ലെങ്കിൽ 2.25 ഒക്കെ മാക്സിമം നമുക്ക് മതിയാവും കേട്ടോ. സോ ഇങ്ങനെ വരുന്നു. ഈ മെറ്റീരിയലിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 295 ആണ്. 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത്. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് കണ്ടോ, നല്ലൊരു ഇലക്ട്രിക് ബ്ലൂ ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ള വൈബ്രൻറ്റ് ഷെയ്ഡാണ്. ഇത് കണ്ടോ, ഇതൊരു ഭംഗിയാണ് നോക്കി ഒരു ഷെയ്ഡ് കാണാനായിട്ട്. നല്ല വൈബ്രൻറ്റ് ഷെയ്ഡാണ്, ഭയങ്കര ഭംഗിയായിരിക്കും. ഒരു റോയൽ ബ്ലൂവും ഇലക്ട്രിക് ബ്ലൂവും എല്ലാം കൂടി മിക്സാണ്. ഇങ്ങനെ വരുന്നു, നല്ല വൈബ്രൻറ്റ് ഷെയ്ഡാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാൽ ഭയങ്കര ബ്രൈറ്റ് ആവും നമ്മുടെ ഫേസ്. ഇങ്ങനെ വരുന്നു. 295 തന്നെയാണ് പെർ മീറ്റർ റേറ്റ്. 44 ഇഞ്ചസ് ആണ് വിട്ട്. നമുക്ക് സമ്മർ ആണല്ലേ, നമുക്ക് കോട്ടൺ ആണ് ഇനി ഏറ്റവും കൂടുതൽ വേണ്ടത്. സോ കോട്ടണിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള വീവിങ് പാറ്റേണിൽ വന്നിട്ടുള്ള കുറച്ച് കോട്ടൺ കളക്ഷൻസ് ആണ്. നമുക്ക് ആ ഒരു ഈസ്റ്റർ കളക്ഷനൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. നല്ല ഭംഗിയുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് കളറിലേക്ക്. ഇത് കണ്ടോ, കാന്ത സ്റ്റിച്ചസും അതുപോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് വീവിങ് പാറ്റേൺ വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ്. നല്ല എന്താ പറയുക, നമുക്ക് നല്ലതായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കോട്ടൺ ഫാബ്രിക്. ഇത് കണ്ടോ, നല്ല രസമുള്ള നല്ല ക്യൂട്ട് സിമ്പിളായിട്ടുള്ള വർക്കാണ് പോയിരിക്കുന്നത്. വീവിങ് പാറ്റേൺ ആണ്, വീവ് കോട്ടൺ എന്ന് പറയാം കേട്ടോ. ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത്. കാന്ത ലൈൻസ് ആണ് പോകുന്നത്, കാന്ത സ്റ്റിച്ചസും. അതുപോലെ തന്നെ ഇത് കണ്ടോ, വീവിങ് ആണ് കംപ്ലീറ്റ്ലി പോകുന്നത്, കാന്ത സ്റ്റിച്ചസും പോകുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ. നമുക്ക് കോട്ട് സെറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് ബ്ലാക്ക് ബോട്ടമിൻ്റെ കൂടെ വൈറ്റ് ബോട്ടമിൻ്റെ കൂടെ ബ്ലാക്ക് ബോട്ടം തന്നെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. ഇങ്ങനെ വരുന്നു, നല്ല കൂടിയ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. സോ ഇങ്ങനെ വരുന്നു. 230 ആണ് പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത്.
നെക്സ്റ്റ് അതിൻ്റെ വീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്ട്രൈപ്സ് പോലെ താഴോട്ട് തന്നെ വരുന്നു. ഇത് കുറച്ചും കൂടി ഒരു ഗ്രേയിഷ് വൈറ്റ് ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടോ, വീവിങ് പാറ്റേൺ ആണ്. ബാക്ക് സൈഡിൽ കണ്ടോ, ആ ഒരു വീവിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വരുന്നു കേട്ടോ. നല്ലൊരു കോളറിനൊക്കെ കൊടുത്ത് നല്ലൊരു വർക്ക് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. 230 ആണ് പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത്. ഇത് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. വീഡിയോയിൽ കുറച്ചുകൂടി വേറൊരു ഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ള ജെറ്റ് ബ്ലാക്ക് ആണ്. 2 ഡിസൈനും നല്ല ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ വൈറ്റ് ആണ് വരുന്നത്. ബേസ് കളർ വൈറ്റ് വന്നിട്ട് ബ്ലാക്ക് കളറിൽ വീവിങ് വരും. അങ്ങനത്തെ മെറ്റീരിയലാണ് ഇതാ ഇങ്ങനെ വരുന്നത്. ഇത് ലൈനിങ്ങും കൂടെ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമാവും കേട്ടോ. ഇത് കണ്ടോ, ഇതിലൊരു ഗ്രേ കളറിലൊരു ലൈൻസ് പോലെ പോകുന്നുണ്ട്. ഒരു ഖാദി കോട്ടൺ പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു വീവിങ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ലൈനിങ് ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്കിലുള്ള ഒരു വീവും കൂടി കണ്ടിട്ടാണ് അതിൻ്റെ 2 ഇതായിട്ട് വരുന്നത്. ശരിക്കും ലൈനിങ് ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിട്ട് ഇരിക്കും കേട്ടോ. ഇങ്ങനെ വരുന്നു. 230 തന്നെയാണ് പെർ മീറ്റർ റേറ്റ്. 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത്. നല്ല കൂടിയ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ്. അടുത്ത നമുക്ക് കോട്ടൺ കളക്ഷനിൽ വന്നിരിക്കുന്ന പുതിയ ഡിസൈനാണ്. നല്ല ഭംഗിയുള്ള കോട്ടൺ ഫാബ്രിക്കിലേക്ക് എംബ്രോയിഡറി വർക്ക്, നല്ല രസമുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. ഇതൊരു സ്ട്രൈപ്പ് പാറ്റേണിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി. അതിൽ നിന്നൊരു ഇത് കണ്ടോ, ഇങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. നല്ലൊരു പിസ്ത ഗ്രീൻ, നല്ലൊരു പേസ്റ്റൽ പിസ്ത ഗ്രീൻ ടോണിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിങ്ങനെ ഒരു യോക്കിൽ ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു വൈറ്റ് മെറ്റീരിയലൊക്കെ ഇതിനകത്ത് കൊടുത്ത് വേണമെങ്കിൽ ആ ഒരു പ്ലെയിൻ മെറ്റീരിയലൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല ഫാബ്രിക്കാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. 350 ആണ് പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് പിസ്ത ഗ്രീൻ, 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത് കേട്ടോ. അതിൻ്റെ അടുത്ത ഷെയ്ഡ് ഒരു ഓഫ് വൈറ്റും ബ്ലാക്കും ആണ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ഇത് ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രീമിഷ് ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഇതാണ് എംബ്രോയിഡറി വരുന്നത്. നല്ല ഭംഗിയുള്ള ഇതിലേക്ക് ബ്ലാക്ക് ആണ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്നത്. ഗ്രീനിൽ വൈറ്റ്, ഒരു ക്രീമിഷ് വൈറ്റ് ആയിരുന്നു എംബ്രോയിഡറിയുടെ ഷെയ്ഡ് വരുന്നത്. ഇങ്ങനെ വരുന്നു കേട്ടോ. 350 ആണ് പെർ മീറ്റർ റേറ്റ്. അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഒരു ബ്ലാക്കും ഓഫ് വൈറ്റും കോമ്പിനേഷൻ. സോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. അതിൻ്റെ അടുത്ത ഷെയ്ഡ് പീച്ച് ആണ് കേട്ടോ. നല്ലൊരു പേസ്റ്റൽ, ഒരു ലൈറ്റ് ഒരു ഓറഞ്ചിൻ്റെ ടിൻറ്റും ഒക്കെ ഉള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു പീച്ച് ടോൺ. അതിലേക്ക് എംബ്രോയിഡറി ഇതാണ് ക്രീം ഷെയ്ഡിലാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഇതാണ് കേട്ടോ എംബ്രോയിഡറിയുടെ ക്ലോസ് ലുക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി ആണ്. സോ ഇങ്ങനെ വരുന്നു ഫാബ്രിക്. മീറ്റർ പ്രൈസ് വരുന്നത് 350 ആണ്. 44 ഇഞ്ചസ് ആണ് വിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഫാബ്രിക് നമുക്കിന്ന് ഡൈ ചെയ്ത് വന്നതാണ് കേട്ടോ. നമ്മളിത് കഴിഞ്ഞ വീക്കിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഉപ്പട സിൽക്ക്, നല്ലൊരു മാംഗോ ഷെയ്ഡിലേക്കാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാംഗോ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, അതിലേക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ത്രെഡിൻ്റെ വർക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ്. നമ്മളിത് ലാസ്റ്റ് വീക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമുക്ക് തീർന്നതാണ്. പക്ഷെ എന്നാലും ഞാനിത് ഡൈ ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗി കാണാനായിട്ട്, അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇതാണ് ടോപ്പ്. ദുപ്പട്ട നമ്മൾ 1050 ദുപ്പട്ടയാണ് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ, നല്ല രസമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഹൽദി ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, നമുക്ക് എന്ത് ഒരു വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ദുപ്പട്ടയും കൂടെ വന്നപ്പോൾ ബോട്ടം ഷാൻഡൂൺ ഫാബ്രിക്കിലേക്കാണ് ഡൈ ചെയ്ത് എടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ വരും ഫുൾ സെറ്റ്. നല്ല ഭംഗിയായിട്ട് ഡൈ ചെയ്തെടുക്കാം. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു കോൺസെപ്റ്റിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഈ ദുപ്പട്ട അഫോർഡ് ചെയ്യാൻ പറ്റില്ലാത്തവർക്ക് നമ്മുടെ ക്രോഷീറ്റ് ദുപ്പട്ടയുണ്ട് ഷിഫോണിൻ്റെ. സോ അതുണ്ടായിരുന്നു, അത് ഡിസ്പാച്ച് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ്. വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത് കേട്ടോ. അടിപൊളി കളക്ഷൻസ് ഇനിയും കമ്മിങ് ഡേയ്സിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.